ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് LP UP പരീക്ഷയ്ക്കും കേറ്ററ്റ് പരീക്ഷയ്ക്കും സീറ്ററ്റിനായാലും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന എന്താണ് സമഗ്ര ഭാഷാ ദർശനം എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഭാഷ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഭാഷയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളെ കുറിക്കുന്നതും പരിശോധിക്കുന്നതിനും അനുസ്മരിക്കുന്നതിനും വിവേചിച്ച് വർഗീകരിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനും ഉപകരിക്കുന്ന ഒരു സാങ്കേതിക സംഹിതയാണ് ഭാഷ എന്ന് പറയുന്നത്. ആശയവിനിമയത്തിനുള്ള സ്വാഭാവികവും ലളിതവുമായ ഉപാധിയെയാണ് ഭാഷ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷയുടെ പ്രധാന ധർമ്മവും ആശയവിനിമയമാണ്. അപ്പം ഭാഷയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും ആശയ കൈമാറ്റത്തിന് ഭാഷയെ ആശ്രയിക്കുന്നു. അപ്പോൾ ഭാഷയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായി നോക്കാം. ആദ്യം പറയുന്നത്, ഭാഷയിലെ സന്ദേശ ചിഹ്നങ്ങൾ മനുഷ്യൻ്റെ ഉച്ചാരണ അവയവങ്ങൾ കൊണ്ട് ഉച്ചരിക്കപ്പെട്ടവ ആയിരിക്കണം. ഭാഷയിലെ സന്ദേശ ചിഹ്നങ്ങൾ മനുഷ്യൻ്റെ ഉച്ചാരണ അവയവങ്ങൾ കൊണ്ട് ഉച്ചരിക്കപ്പെട്ടവയായിരിക്കണം. രണ്ടാമത്, ഭാഷ ശബ്ദങ്ങൾക്ക് ആശയവുമായുള്ള ബന്ധം താൽക്കാലികവും ചില വ്യവസ്ഥകൾക്ക് വിധേയവുമാണെന്ന് മനസ്സിലാക്കാം. മനുഷ്യഭാഷ നാം പഠിച്ച് ആർജിച്ചെടുക്കുന്നവയാണ്. ഇതര ജീവികളിൽ ഇത് ജൈവികമായ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെറിയ മാത്രകൾ ക്രമപ്രകാരം ചേർന്ന് വലിയ മാത്രകളാകുന്ന അടുക്കിയ ഒരു സ്വരൂപഘടന ഭാഷയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കാം. ഭാഷയുടെ ഉൽപ്പത്തി സംബന്ധിച്ച കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട്. പ്രധാനമായും 9 സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം പറയുന്നത് അനുകരണ സിദ്ധാന്തമാണ്. രണ്ടാമത് പ്രതികരണ സിദ്ധാന്തം. 3 കർമ്മ സഹകാരി സിദ്ധാന്തം. അടുത്തത് ആംഗിക ചേഷ്ടാനുസാരി സിദ്ധാന്തം. അടുത്തത് വേക്ഷേപക സിദ്ധാന്തം, സമ്പർക്ക സിദ്ധാന്തം, സംഗീതക സിദ്ധാന്തം, ധാതു സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം. അപ്പോൾ ഇത്രയും സിദ്ധാന്തങ്ങളാണ് ഭാഷയുടെ ഉൽപ്പത്തി സംബന്ധിച്ച് സിദ്ധാന്തങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഭാഷാ വികസന പഠന സിദ്ധാന്തങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഭാഷാ സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇനി പറയുന്നവയാണ്. ഒന്നാമത് പറയുന്നത് അനുകരണ സിദ്ധാന്തങ്ങൾ, ലിമിറ്റേഷൻ തിയറീസ്. രണ്ടാമത് ഘടനാവാദ സിദ്ധാന്തങ്ങൾ, സ്ട്രക്ചറൽ തിയറീസ്. മൂന്നാമത് അനുഭവജ്ഞാന സിദ്ധാന്തങ്ങൾ, എംപിരിക്കൽ തിയറീസ്. നാലാമത് രചനാന്തരണ, പ്രജനന, വ്യാകരണ സിദ്ധാന്തങ്ങൾ. അടുത്തത് ഭാഷ സമഗ്രത ദർശനം, അപ്പം വേൾഡ് ലാംഗ്വേജ് ഫിലോസഫി എന്ന് പറയും. അപ്പോൾ ഇത്രയും ഭാഷാ വികസന പഠന സിദ്ധാന്തങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അനുകരണമാണ് ഭാഷാർജനത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും അടിസ്ഥാനമെന്ന് വ്യവഹാരവാദിയായ സ്കിന്നർ അവകാശപ്പെടുന്നു. അപ്പം വ്യവഹാരവാദത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്കിന്നർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അനുകരണമാണ് ഭാഷാർജനത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാം. തനിക്ക് ചുറ്റുമുള്ളവർ പ്രയോഗിക്കുന്ന ഭാഷ അനുകരിച്ചാണ് കുട്ടി ഭാഷ സ്വായക്തമാക്കുന്നതെന്ന് അനുകരണ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നാം നോക്കുമ്പോൾ നമ്മുടെ എല്ലായിടത്തും എല്ലാവരും ഒരേ ഭാഷയല്ല സംസാരിക്കുന്നത്. അപ്പം സ്വാഭാവികമായി നമ്മുടെ ഇവിടെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി മദർ ടങ്, നമ്മുടെ പാരമ്പര്യമായിട്ട് അവർ സംസാരിക്കുന്ന ഭാഷയായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായും ആർജിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ അനുകരണ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ എന്നാൽ ഭാഷയുടെ ഘടനാപരമായ പ്രത്യേകതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഘടനാവാദികൾ. ഭാഷയുടെ വ്യവഹാരം, കഥ, നോവൽ, റിപ്പോർട്ട്, ലേഖനം, വാക്യം, പദ്യം, രൂപിമം, സ്വനിമം എന്നിങ്ങനെ പല ഘടകങ്ങളായി വിഭജിച്ച് പഠിക്കുന്ന രീതിയാണ് ഇത്. ബ്ലൂ ഫീൽഡാണ് ഈ ശാഖയിലെ പ്രമുഖ ഭാഷാ ചിന്തകൻ. അപ്പം ബ്ലൂ ഫീൽഡ് എന്ന് പറയുന്നത് വ്യക്തിയാണ് നമ്മളിപ്പം പറഞ്ഞ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. വ്യവഹാര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ബ്ലൂ ഫീൽഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ശാഖയിലെ പ്രമുഖ ഭാഷാ ചിന്തകനാണ് ബ്ലൂ ഫീൽഡ്. ഇന്ദ്രിയങ്ങളിലൂടെ സാധ്യമാകുന്ന അനുഭവജ്ഞാനം വഴിയാണ് എല്ലാ അറിവുകളും മനുഷ്യൻ സ്വായക്തമാക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായും കണ്ണ്, 5 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, ത്വക്ക്, അതുപോലെ തന്നെ
മൂക്ക് ഇതെല്ലാം ഇന്ദ്രിയങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഈ ചെവി ഇതിലെവിടെയെല്ലാം നമുക്ക് കിട്ടുന്ന ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവജ്ഞാനം വഴിയാണ് അറിവുകൾ മനുഷ്യ സ്വായത്തമാക്കുന്നതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂഫീൽഡ്, ജോൺ ലോക്ക്, ഡേവിഡ് ഹ്യൂം എന്നിവരാണ് ഈ ചിന്താധാരയുടെ വക്താക്കളും പ്രയോഗകർത്താക്കളുമായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുട്ടികൾ ഭാഷ പഠിക്കുന്നത് തങ്ങൾക്കുണ്ടാകുന്ന ഭാഷാ അനുഭവങ്ങളിൽ കൂടെയാണെന്നാണ് പൊതുവെ പറയുന്നത്. ഈ അനുഭവങ്ങൾ നടത്തുന്ന അനുമാനങ്ങളിലൂടെയാണ് നോം ചോസ്കി മുന്നോട്ട് വച്ച ആശയമാണ് ഭാഷാർജ സംവിധാനം, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന സംവിധാനം, ഭാഷാർജ സംവിധാനം. ഇതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് നോം ചോസ്കിയാണ്. അപ്പോൾ സർവഭാഷാ വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ എന്നിവ മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷയ്ക്കായി മാത്രം മാറ്റിവെക്കപ്പെട്ട ഒരു ഘടകമുണ്ട്. ഇതാണ് ഭാഷാർജന സംവിധാനം അഥവാ LAD. ഏത് ഭാഷ ആർജിക്കുന്നതിനും ഉള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. അത് ഭാഷ പഠിക്കുന്നതിനുള്ള കുട്ടികളുടെ ഭാഷാഘടന ഒന്നു തന്നെയാണ്. ഇതാണ് പിന്നീട് സർവഭാഷാ വ്യാകരണം എന്നറിയപ്പെടുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഈ സർവഭാഷാ വ്യാകരണം ഉപയോഗിച്ച് കുട്ടികൾ തങ്ങളുടെ അപൂർണമായ അനുഭവങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഭാഷയെ നിർമ്മിച്ചെടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് നോം ചോസ്കിയാണ്. ഭാഷാർജ സംവിധാനത്തിൻ്റെ ഉപജ്ഞാതാവ് നോം ചോസ്കി. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ വൈഗോട്സ്കിയുടെ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദമാണ്. ചോംസ്കിയുടെ സർവഭാഷാ വ്യാകരണത്തിൻ്റെയും ചോംസ്കി മുന്നോട്ട് വെച്ചതാണ് സർവഭാഷാ വ്യാകരണം. അപ്പം അതുപോലെയാണ് അതിൻ്റെയും ഗെസ്റ്റൗട്ട് മനഃശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ച ഉൾക്കാഴ്ച സമഗ്രതാവാദത്തിൻ്റെയും ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു കാഴ്ചപ്പാടാണ് സമഗ്ര ഭാഷാ ദർശനമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു ഭാഷയും ഘടനയും ഭാഷാ നൈപുണ്യവും ഭാഷാ ആഗിരണക്ഷമതയും കുട്ടികൾ കൈവരിക്കുന്നത് സാമൂഹികമായ പ്രക്രിയയിലൂടെയാണെന്നാണ് ഇത് അഭിപ്രായപ്പെടുന്നത്. വൈവിധ്യമാർന്ന പ്രക്രിയകളിൽ മാനസികമായി ഇടപെടൽ സാധിക്കുമ്പോഴാണ് ഭാഷാർജനവും ഭാഷാ വികാസവും പൊതുവെ നടക്കുന്നത്. സാമൂഹിക പ്രക്രിയയിൽ സജീവമായി ഇടപെടുമ്പോൾ സങ്കീർണമായ ഭാഷ ആർജിക്കാനുള്ള കഴിവ് കുട്ടികൾ പ്രകടമാക്കുന്നു. ഈ കഴിവ് നൈസർഗികവും ജന്മസിദ്ധവുമാണെന്ന് കണ്ടെത്താം. അങ്ങനെ ഭാഷ ഒരു ജൈവിക പ്രക്രിയയിലൂടെ നേടിയെടുക്കുന്ന ഒരു ജൈവ സമ്പത്തായാണ് കരുതപ്പെടുന്നത്. അതിനെ സമഗ്രമായി കണ്ട് അതിൻ്റെ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഉദാഹരണം വാക്യം, പദം, രൂപിമം, സ്വനിമം എന്നിവയിലേക്ക് കടക്കുമ്പോൾ ഭാഷ പ്രയോഗിക്കുന്നതിനാവശ്യമായ ആന്തരിക ശേഷിയുടെ വികസനമാണ് നടക്കേണ്ടത്. ഇതാണ് ഭാഷാ സമഗ്രത ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഭാഷാ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് വ്യവഹാരവാദവും ഭാഷാ സമീപനവുമാണ്. അപ്പോൾ വ്യവഹാരവാദവും ഭാഷാ സമീപനവും എന്നാണ് നോക്കേണ്ടത്. നോക്കാം നമുക്ക്. വ്യവഹാരവാദം ഭാഷാ പഠനത്തെ രേഖീയമായ പ്രക്രിയയായി കാണുന്നതാണ്. ഒന്ന് പഠിപ്പിച്ച് ഉറപ്പിച്ച ശേഷം മറ്റൊന്ന് അതിനുശേഷം അടുത്തത് എന്ന രീതി. ആദ്യം അക്ഷരമാല, പിന്നീട് പദങ്ങൾ, പിന്നീട് വാക്യം, അതിനുശേഷം ആശയം എന്നീ രീതിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആദ്യ ശ്രവണം, പിന്നീട് ഭാഷണം, അതിന് ശേഷം വായന, പിന്നീട് ലേഖനം എന്നതാണ് വ്യവഹാരവാദ രീതിയായിട്ട് നമ്മൾ പറയുന്നത്. പൊതുവെ ഇവിടെ ഭാഷയുടെ സമഗ്രത നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തതാണ് ഭാഷ എന്നത് സൂചകങ്ങളുടെ കണ്ടീഷനിങ് ആണെന്ന് പാവ്ലോവ് പറയുന്നു. മേശ എന്ന വാക്ക് സൂചകമാണ്. മേശ എന്ന വസ്തു വാക്കിൻ്റെ സൂചകമാണ് മേശ എന്ന വസ്തു. ഭാഷ എന്നത് സൂചകങ്ങളുടെ കണ്ടീഷനിങ് ആണെന്നാണ് പാവ്ലോവിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ജ്ഞാനനിർമ്മിതിവാദവും ഭാഷാ സമീപനവും മനുഷ്യന് മാത്രമുള്ള കഴിവാണ്. ഭാഷ മറ്റു ജീവികൾക്ക് മനുഷ്യനെ പോലെയുള്ള ഒരു ഭാഷ വ്യവസ്ഥ, ലാംഗ്വേജ് സിസ്റ്റം ഇല്ലെന്നും മനസ്സിലാക്കാം. ഭാഷ സൃഷ്ടിപരമായ ഒരു പ്രവർത്തനമാണ്. പുതിയ സാഹചര്യങ്ങളിൽ വൈവിധ്യമുള്ളതും അനന്തരവുമായ ഒട്ടേറെ പുതിയ വാക്യങ്ങൾ സൃഷ്ടിക്കാൻ കുട്ടിക്കും മനുഷ്യനും ഇത് സാധിക്കുന്നതാണ്. ഇത് കേവലമായ അനുകരണം, പ്രബലനം എന്നിവ കൊണ്ട് സാധ്യമാകുന്നത് അല്ല. കുട്ടികളോട് നാം സംസാരിക്കുന്നതും
അവർ പരിചയപ്പെടുന്നതും പലപ്പോഴും അപൂർണവുമായ വാക്യങ്ങളാണ്. ഇങ്ങനെ ക്രമരഹിതമായ വാക്യങ്ങൾ ഉപയോഗിച്ചാണ് നാം കുട്ടിയോട് പൊതുവെ ആശയവിനിമയം നടത്തുന്നത്. എങ്കിലും ഇത് കുട്ടിയുടെ ഭാഷാശേഷിയെ ബാധിക്കുന്നതല്ല. ഒരു നിശ്ചിത കാലയളവിൽ ഭാഷയുടെ പൂർണ്ണ വ്യവസ്ഥ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നു. വ്യവഹാരവാദികൾ പറയുന്നത് പോലെ അനുകരണമാണ് കുട്ടികളിൽ നടക്കുന്നതെങ്കിൽ ഇങ്ങനെ പൂർണ്ണമായ ഒരു ഭാഷാ വ്യവസ്ഥ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നതല്ല. ഉദാഹരണം നമുക്ക് നോക്കുമ്പോൾ ഇതിൽ മറ്റു കാര്യങ്ങൾ നാം നോക്കുമ്പോൾ 2 വയസ്സിനും 12 വയസ്സിനും ഇടയിലാണ് മസ്തിഷ്കം വളർച്ച. അപ്പം ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വളർച്ച പ്രാപിക്കുന്ന പ്രായമെന്ന് പറയുന്നത് 2 മുതൽ 12 വയസ്സിനിടയിലാണ്. ഇതേ കാലയളവിൽ തന്നെയാണ് ഭാഷാ പഠനം ഏറ്റവും ശക്തിയായി നടക്കുന്നത്. അപ്പോൾ ഈ കാലയളവിലാണ് ഏറ്റവും അധികം ഭാഷാ പഠന രീതികൾ ഒരു കുട്ടിയിൽ വളരെ ശക്തമായി നടക്കുന്നതും. ലോകത്തെ എല്ലാ ഭാഷകൾക്കും അടിസ്ഥാനപരമായ ചില പൊതു സവിശേഷതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാഹ്യലക്ഷണങ്ങളിൽ മാത്രമാണ് അവ വേറിട്ട് നിൽക്കുന്നതെന്നും നമുക്ക് കണ്ടെത്താം. ഭാഷ പഠിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആർജിക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഘടനയാണ് ഓരോ കുട്ടിക്കും പിറന്നു വീഴുന്നത് എന്നാണ് നോം ചോസ്കി ഇതിനെ ഭാഷാർജ സംവിധാനത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്ന്. ആദ്യവും പിന്നീട് സർവലൗകിക വ്യാകരണം എന്ന് ഇതിനെ എന്ത് ചെയ്തു, യൂണിവേഴ്സൽ ഗ്രാമർ എന്നും ഭാഷ പഠിക്കുന്ന ഈ സംവിധാനത്തെ അറിയപ്പെട്ടു. കുട്ടിക്ക് കാണാനും കേൾക്കാനും മണക്കാനുമുള്ള ഏതൊരു ജീവിയെ പോലെ തന്നെയാണ് ഭാഷാർജനത്തിനുള്ള കഴിവ്. അപ്പോൾ ഒരു കുട്ടിക്ക് കാണാനും കേൾക്കാനും ഉള്ള കഴിവ് പോലെയാണ് ലാംഗ്വേജ് അക്വസ്റ്റിഷൻ നോം ചോസ്കിയുടെ ലാംഗ്വേജ് അക്വസ്റ്റിഷൻ ഡിവൈസ് പറയുന്നത് എന്താണ്, ഒരു മനുഷ്യൻ ഒരു കുട്ടിക്ക് എന്താണ് ഭാഷ ആർജിച്ചെടുക്കാനുള്ള സ്വയമായിട്ടുള്ള കഴിവിനെ പറ്റിയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അപ്പം LAD ലാംഗ്വേജ് അക്വസ്റ്റിഷൻ ഡിവൈസ്, യൂണിവേഴ്സൽ ഗ്രാമർ, ഭാഷാ വ്യാകരണം, ഇത് ആരുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണെന്ന് ചോദിച്ചാൽ നോം ചോസ്കി എന്ന ഭാഷാശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ വിജ്ഞാനപരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.